NCERT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. നമുക്ക് സെക്ടേഴ്സ് ഓഫ് എക്കണോമി അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഓഫ് എക്കണോമി എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് വരാവുന്ന ഒരു ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ വിത്ത് റെഫറൻസ് ടു ദ സെക്ടേഴ്സ് ഓഫ് ദി ഇന്ത്യൻ എക്കോണമി കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്. എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ട്, അത് ഏത് സെക്ടറിൽ വരുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണ്, നമുക്കെല്ലാം അറിയാമെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ. സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഉണ്ട്, ഡയറി ഫാമിംഗ് ഉണ്ട്, മിനറൽ എക്സ്പ്ലോറേഷൻ, വീവിംഗ് ക്ലോത്ത്. ഇതിൽ നമുക്ക് അറിയേണ്ടത് പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷറി സെക്ടർ, ഇതിൽ ഏതിലൊക്കെ സെക്ടേഴ്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് വരും എന്നുള്ളതാണ്. പ്രൈമറി സെക്ടർ നമുക്കറിയാം, ഒരു നാച്ചുറൽ റിസോഴ്സിന്റെ എക്സ്ട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു പുതിയ മെറ്റീരിയലിനെ നാച്ചുറലി ക്യാപ്ചർ ചെയ്യുന്നതിനാണ് നമ്മൾ പ്രൈമറി സെക്ടറിൽ വരിക. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറലി എക്സ്ട്രാക്ട് ചെയ്ത ഒരു റിസോഴ്സസിനോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനും അതിനെ പ്രോസസ്സ് ചെയ്യുക അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിലൂടെ പോകുമ്പോഴത്തേക്കാണ് അത് സെക്കൻഡറി സെക്ടർ എന്ന് പറയാം. ടെർഷറി സെക്ടറിലേക്ക് വരുമ്പം ഈ പ്രൊഡ്യൂസ് ചെയ്ത ഫൈനൽ പ്രൊഡക്ട്സിനെ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ള സർവീസും കാര്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അതിനൊരു ടെർഷറി സെക്ടറായിട്ട് വരിക. അപ്പോൾ ഇതിൽ നോക്കും സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത്, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. പക്ഷേ നമ്മളോട് ചോദിച്ചേക്കണത് സ്റ്റോറേജ് ആണ് ചോദിച്ചേക്കണത്. സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു ടെർഷറി സെക്ടറിൽ വരുന്നതാണ്. അതൊരു സർവീസാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. വെയർ ഹൗസിംഗ് ആവാം, അല്ലെങ്കിൽ ഗോഡൗൺസിൽ സൂക്ഷിക്കുന്നതാവാം, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ മണ്ടീസിലാവാം. അപ്പം അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിനെ കീപ്പ് ചെയ്യുന്നത് ഒരു സർവീസാണ്. സർവീസ് വരുന്നത് കൊണ്ട് തന്നെ അതൊരു ടെർഷറി സെക്ടറിലേക്ക് വരും എന്ന് പറയാം. ഓക്കെ, പിന്നെ സെക്കൻഡിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ്, ഡയറി ഫാം നമുക്കറിയാം പ്രൈമറി, അതായത് ഒരു പ്രൈമറി കളക്ഷൻ ഓഫ് നമ്മുടെ റിസോഴ്സസ് ആണ്. അതുകൊണ്ട് തന്നെ ഡയറി ഫാം പ്രൈമറി ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റൈറ്റ് ആണ്. പിന്നെ മിനറൽ എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ റിസോഴ്സ് എക്സ്ട്രാക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതൊരു പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. കാരണം മുന്നേ അതിൻ്റെ ഒരു എക്കണോമിക് ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റി ഒന്നും അതിൽ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മിനറൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി സെക്ടറിൽ വരുന്നതാണ്. അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. പിന്നെ വീവിംഗ് ക്ലോത്ത്, അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് എക്കണോമിക് സൈക്കിളിൽ നോക്കിക്കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലോത്തിന് വേണ്ടിയിട്ടുള്ള യാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരുപക്ഷെ വരും പ്രൈമറി സെക്ടറിലേക്ക് വരും. പക്ഷെ അതേസമയം വീവിംഗ് ആണ്, അതായത് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് സെക്ടറിൽ നടക്കുന്ന ഒരു ഫിനിഷ്ഡ് ക്ലോത്തിലേക്ക് എത്തുന്നതിന് മുന്നുള്ള പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ആണ്. അപ്പോൾ നമ്മൾ ആൻസറിലേക്ക് വരുമ്പോൾ 4ഉം റൈറ്റ് ആണ്. അപ്പോൾ 2ഉം 4ഉം ഓൺലി 2 ആണ് അതിൻ്റെ ആൻസർ. സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ഒരു ടെർഷറി ആക്ടിവിറ്റി ആണ്. ഡയറി ഫാമിംഗ് എന്ന് പറയുന്നത് മിനറൽ എക്സ്പ്ലോറേഷൻ പ്രൈമറി, വീവിംഗ് ക്ലോത്ത് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ആണ്.